ഹലോ, അപ്പോൾ സെക്കൻഡ് പാർട്ട് വീഡിയോസ് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ അതാ നമ്മൾ ഇന്ന് ശനിയാഴ്ച പെണ്ണിനൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് അന്ന് രാത്രി നമ്മളുടെ വീട്ടിലത്തെ കല്യാണ തലേ ദിവസമാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ചെക്കൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. വീടൊക്കെ നല്ല പോലെ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്റ്റേജൊക്കെ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് തലേ ദിവസം പിള്ളേർക്ക് ഡാൻസും കാര്യങ്ങളൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മാമന്മാരും എല്ലാവരും കൂടെ ഇവിടെ സംസാരിച്ച് നിൽക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുണ്ടൊക്കെ ഇങ്ങനെ മടക്കി കുത്തിയപ്പോൾ ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടാനാന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് താത്തിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുണ്ടെടുക്കുന്നവർക്ക് അത് അങ്ങോട്ട് മടക്കി നമ്മൾക്ക് മക്കനെ വാരിക്കെട്ടുന്ന പോലെയാണല്ലോ ഇവർക്ക് ഈ മുണ്ട് മടക്കി കുത്തുക എന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കാമെന്ന് കണ്ടപ്പോൾ വേഗം താത്തിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെല്ലാവരും കല്യാണ തലേ ദിവസം സാരിയാണ് കേട്ടോ ഉടുത്തിട്ടുണ്ടായിരുന്നത്. ഉമ്മമാരും അമ്മായിമാരും അതുപോലെ നമ്മൾ കസിൻസും എല്ലാവരും കല്യാണ പെണ്ണിനും നമ്മൾ സാരിയാണ് കേട്ടോ ഉടുത്തിട്ട് ഉണ്ടായിരുന്നത്. നമ്മുടെ ആ പഴയ പട്ട് സാരി ഉണ്ടല്ലോ, ഉമ്മമാരെ കല്യാണ സാരി, ആ സാരിയാണ്. ഇനിയിപ്പോൾ അതെല്ലാവരും കൈകൊട്ടിപ്പാട്ടൊക്കെ ആയിട്ട് ചെക്കനെയും പെണ്ണിനെയും കൂടെ സ്റ്റേജിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ പാട്ടുണ്ട് കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ, നല്ല അടിപൊളി പാട്ടുകളുണ്ട്. പക്ഷെ അതൊന്നും വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ വരും. അത് കാരണം ഞാനത് സ്കിപ്പാക്കിയതാണ്. പിന്നെ നമ്മൾ ആദ്യം തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. നെയ്ച്ചോറും ചിക്കൻ കറിയായിരുന്നു കേട്ടോ നമ്മുടെ തലേ ദിവസത്തെ ഫുഡ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളുടെ മക്കളുടെ കലാപരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കുട്ടി പട്ടാളങ്ങളുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവർ നല്ല പോലെ അവർക്ക് പാട്ടും സ്റ്റേജും കൂടെ കണ്ടിക്കല്ലേ. പിന്നെ അവർ ഇറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. ആ നടുക്ക് നിൽക്കുന്ന ആളുണ്ടല്ലോ, ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഐഷു ആണ് കേട്ടോ, എൻ്റെ മാമൻ്റെ മോളാണ്. ആൾക്ക് എത്ര കളിച്ചിട്ടും മതിയാവണേ ഉണ്ടായിരുന്നില്ല. പാട്ടിടേ എന്ന് പറഞ്ഞിട്ട് അതിനനുസരിച്ച് സ്റ്റെപ്പ് ഇട്ടുകാണ്ട് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുറേ നേരം കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി മതി കുഴങ്ങിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ആളെ സ്റ്റേജിൽ നിന്ന് പിടിച്ചിറക്കിയതാണ്. അപ്പോൾ അങ്ങനെ മക്കൾസ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല രസമുണ്ട് കേട്ടോ പാട്ട് കേൾക്കാൻ. ഇത് വേറെ കസിൻസിൻ്റെ ഒരു ഐറ്റം, ഇവരഞ്ചുപേരും കൂടെ ആയിട്ടുള്ള ഡാൻസാണ്. ഇതൊക്കെ ഇവർ പ്രാക്ടീസ് ചെയ്തിങ്ങാണ്ട് പഠിച്ചുണ്ടാക്കിയതാണ് കേട്ടോ കല്യാണത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അന്ന് ഒരു 10-11 മണി വരെയൊക്കെ നല്ല പോലെ പാട്ടൊക്കെ വെച്ചിങ്ങാണ്ട് ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നല്ല രസമാണ് കേട്ടോ. ഈ പാട്ടിനനുസരിച്ച് ഡാൻസ് കാണാൻ ഞാൻ പറച്ചിൽ കൊടുത്തിരിക്കുകയാണ്, കാരണം നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ നിങ്ങൾ ഡാൻസ് കണ്ടോളൂ. ചെറിയവരതും വലിയവരതും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഡാൻസ്. ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും ഒക്കെ ഉണ്ടായിരുന്നു ഡാൻസും ഒപ്പനി എന്ന് പറഞ്ഞ പോലെ എല്ലാതും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തലേ ദിവസം നമ്മൾ അടിച്ചു പൊളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ ആനക്കുട്ടീനെയും കൊണ്ട് എനിക്ക് വീഡിയോ ഒരുപാട് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. എന്നാലും ഞാൻ കിട്ടുന്നത് മാക്സിമം എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് നിങ്ങൾക്ക് ഷെയർ ആക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളും എല്ലാവരും സാരി ആയിരുന്നു കേട്ടോ. നമ്മുടെ സാരി എടുത്ത പിക്കും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇൻസ്റ്റാ പേജ് ഒന്ന് ഫോളോ ചെയ്താൽ മതി കേട്ടോ. ഇറ്റ്സ് മീ ഹുസ്ന സൈഫ് എന്നുള്ള ഇൻസ്റ്റാ പേജിലൊന്ന് കയറി ചെക്ക് ചെയ്താൽ മതി. അതിൽ നമ്മളുടെ പിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ കല്യാണത്തിൻ്റെയൊക്കെ. അപ്പോൾ അങ്ങനെ ഓരോരുത്തരായിങ്ങാണ്ട് സ്റ്റേജിൽ മാറി മാറി കയറിങ്ങാണ്ട് സ്റ്റെപ്പ് ഇട്ടിങ്ങാണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കുറേ നമ്മൾ ഇപ്പുറത്ത് നിന്നങ്ങാണ്ട് കളിയാക്കിങ്ങാണ്ട് കൂവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം പെട്ടെന്ന് ചിലരൊക്കെ തലേ ദിവസം വെള്ളിയാഴ്ചയൊക്കെ പഠിച്ചെടുത്തിട്ടുള്ളതായിരുന്നു. അത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്റ്റെപ്പ് ചിലപ്പോൾ മാറിപ്പോകുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ ഇവിടെ നിന്നങ്ങാണ്ട് കൂവും കളിയാക്കും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. വലിയവരൊന്നും അധിക നേരമൊന്നും സ്റ്റെപ്പ് ഇട്ട് കളിക്കാൻ നിന്നിട്ടില്ല കേട്ടോ. കുറച്ച് മിക്സ്ഡ് ആയിങ്ങാണ്ട് അങ്ങനെയൊക്കെ ആയിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞങ്ങാണ്ട് ബോയ്സ് കയറിയിട്ടുണ്ട് കേട്ടോ. കസിൻസാണ്. അവർ ചെക്കനെ നടുകിലിരുത്തിങ്ങാണ്ട് കളിക്കുകയാണ് കേട്ടോ. അവരുടെ ഒപ്പനയും എന്താ പറയുക എല്ലാ ഐറ്റം ഉണ്ടായിരുന്നു. അറവരം മുട്ടും എന്ന് പറഞ്ഞ മാതിരി എല്ലാ വിധം ഉണ്ടായിരുന്നു കേട്ടോ. ഓലയും കൊണ്ട് വെയ്ക്കണ വിധത്തിലൊക്കെ ഓല് കളിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ പെണ്ണിനെ സ്റ്റേജിൽ നിന്ന് ഇതാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ ചെക്കനെ നടുകിലിരുത്തിങ്ങാണ്ടുള്ള ഒപ്പനയാണെന്ന് പറഞ്ഞങ്ങാണ്ട് അവനെത്തിയിട്ടുള്ള ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഒരേ വൈബ് വൈരിയല്ലേ. അപ്പോൾ അത് കാരണം നമ്മൾ ഇതിനനുസരിച്ച് ഇപ്പുറത്ത് ഇരുന്നങ്ങാണ്ട് നമ്മളെല്ലാവരും കൈകൊട്ടി കൊടുക്കുന്നുണ്ട്. അവർക്കതൊരു എന്താ പറയുക കളിക്കാനുള്ളൊരു മോട്ടിവേഷൻ പോലെയല്ലേ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കളിക്കണ കാണാൻ. ഇതിലേക്ക് വീണ്ടും ആൾക്കാരൊക്കെ ഇൻക്ലൂഡായിട്ട് പലതരത്തിൽ അവർ കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറേയൊക്കെ ഞാൻ വീഡിയോ ഷൂട്ടാക്കി. പിന്നെ വീഡിയോ ഷൂട്ടാക്കുമ്പോൾ എനിക്ക് ഇത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് വീഡിയോ ഷൂട്ടാക്കിയിട്ട് പിന്നെ ഞാൻ മാക്സിമം കിട്ടുന്ന ടൈം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പാട്ട് പാടുന്നത് ചെക്കൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. അവർ നബിദിനത്തിനൊക്കെ ദഫിനൊക്കെ പാട്ട് പാടുന്നവരാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പാട്ടൊക്കെ. പിന്നെ നമ്മൾ പിറ്റേ ദിവസം കല്യാണത്തിന്
നമ്മളുടെ ഇവിടുത്തെ റിസപ്ഷന് വേണ്ടിയിട്ട് ഓഡിറ്റോറിയത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയെന്ന്. അപ്പോൾ നമ്മൾ മക്കൾക്ക് മാറ്റിച്ചെടുക്കണ അതൊന്നും ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഇതൊരു സെക്കൻഡ് പാർട്ട് പോലെയാണ് ഞാൻ ഷൂട്ടാക്കിയിട്ടുള്ളത്, അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ വന്ന പാടെ തന്നെ നമുക്ക് എന്താ പറയുക, കളർ ചായകളുണ്ടല്ലോ, അതിനെന്താ വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അതും അതുപോലെ വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വാട്ടർ മെലണ്, ഗ്രേപ്സ്, അതുപോലെ പൈനാപ്പിൾ, പിന്നെ മറ്റേ നമ്മുടെ അടക്കാപ്പഴം ഉണ്ടല്ലോ അതിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എല്ലാതും ഒക്കെ ഓരോ ഗ്ലാസ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് കേട്ടോ. എല്ലാതും ട്രൈ ചെയ്ത് നോക്കണമല്ലോ. അപ്പം അമ്മ കുട്ടിക്കൊടുക്ക് എന്ന് പറയും കേട്ടോ. ഞാനാണെങ്കിലോ ആദ്യം ഞാൻ കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. പിന്നെ അയനക്കുട്ടിക്ക് വല്ലാണ്ട് കൊടുക്കാനൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല, കാരണം ആൾക്ക് ചുമയും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ. എന്നാലും ഓരോ ഗ്ലാസ്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിൽക്കൂലല്ലോ. അപ്പോൾ ക്യാമറ എങ്ങനെ പിടിച്ചിക്കണമെന്ന് തന്നെ എനിക്കറിയില്ല കേട്ടോ. അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതാവുന്നത്. പിന്നെ ഇത് ഉമ്മാൻ്റെ അനിയത്തിൻ്റെ ഹസ്ബൻഡാണ്. ഇതാണ് കേട്ടോ എൻ്റെ ഉപ്പയമ്മ എന്ന് പറയുന്നത്. ഉമ്മ ഫോട്ടോ എടുക്കാൻ എഴുതിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. വീഡിയോ ആണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഉമ്മ എന്നെ കൊല്ലും. അപ്പോൾ അങ്ങനെ എൻ്റെ ഉപ്പാനിമാനെയും കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് കാണിച്ചതാണ്. പിന്നെ അതാ നമ്മൾ ഓഡിറ്റോറിയത്തിൽ നമ്മൾ ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വിചാരിച്ചു ആദ്യം മക്കൾക്കൊക്കെ വിശക്കും, അപ്പോൾ എന്തായാലും ആദ്യം ഫുഡ് കഴിച്ചിട്ട് പിന്നെ എന്താ പറയുക മേലേക്ക് കയറാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അതാ സുർബിയൻ റൈസും ചിക്കൻ സുർബിയാനാണ് കേട്ടോ. പിന്നെ ചിക്കൻ ഫ്രൈയും അതുപോലെ ബീഫ് ബിരിയാണി ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്വീറ്റ്സ് ആയിട്ട് ജിലേബി, അതുപോലെ പോപ്കോൺ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പോപ്കോണിൻ്റെ അവിടെ പിള്ളേർ അങ്ങോട്ട് പൊത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് ആ ചൂടോട് കൂടിയൊക്കെ കിട്ടുമ്പോൾ മക്കൾസ് അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു വാങ്ങിയിട്ട്. പിന്നെ അതാ നമ്മൾ ബ്രൈഡിനെയും ഗ്രൂമിനെയും കൂടെ സ്റ്റേജിലേക്ക് എൻട്രി ആണ് കേട്ടോ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്യാമറാമാന് ഇത് കറക്കിയത് ശരിയായില്ല എന്ന് പറഞ്ഞാൽ 2-3 വട്ടം കറക്കിയപ്പോൾ ആൾക്ക് തലവിന്നണ പോലെയൊക്കെ ഇതായിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇതിങ്ങനെ കറക്കിക്കൊണ്ടിരിക്കല്ലേ അവർക്ക് വീഡിയോ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ എല്ലാവരും കൈകൊട്ടി പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരെ സ്റ്റേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഇത് എൻ്റെ വേറൊരു കസിനാണ് കേട്ടോ. വീഡിയോ കോളിൽ വിളിച്ചിരിക്കുകയാണ്. ആൾ നാട്ടിലില്ല. അവനും ഇവനും ഭയങ്കര കട്ട ചങ്കുകളാണ് കേട്ടോ. പക്ഷേ ആൾക്ക് നാട്ടിൽ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വീഡിയോയിൽ അവനും കൂടെ ഒരു കല്യാണത്തിൽ കൂടിയ രൂപത്തിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇതൊക്കെ തന്നെ കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റ് എല്ലാ ഫാമിലിയും കൂടി ഇങ്ങാണ്ട് ഒരു കേക്ക് കട്ടിങ്ങോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.